KTU S7 സിവിൽ എഞ്ചിനീയറിംഗിലെ CE 405 എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഓണിലെ മൊഡ്യൂൾ 2 ലെക്ചർ 5 ആണിത്. ലെക്ചർ 4 നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്വാളിറ്റി ഓഫ് വാട്ടർ അസസ് ചെയ്യാനുള്ള 3 ക്യാരക്ടറിസ്റ്റിക്സിലെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആൻഡ് തേർഡ് വൺ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സെക്കൻഡ് ആൻഡ് തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആയ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും ആണ് ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് വരുന്നത് pH, അസിഡിറ്റി, ആൽക്കലിനിറ്റി, ഹാർഡ്നെസ്, പ്രസൻസ് ഓഫ് ക്ലോറൈഡ് കണ്ടന്റ് ആൻഡ് പ്രസൻസ് ഓഫ് നൈട്രജൻ കണ്ടന്റ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് pH. pH വാല്യൂ ഡിനോട്ട്സ് ദ അസിഡിക് ഓർ ആൽക്കലൈൻ കണ്ടീഷൻ ഓഫ് വാട്ടർ. pH വാല്യൂ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് വാട്ടറിൻ്റെ അസിഡിക് അല്ലെങ്കിൽ ആൽക്കലൈൻ കണ്ടീഷനെയാണ്. It is expressed on a scale ranging from 0 to 14 and is common logarithm of reciprocal of hydrogen ion concentration present in water. നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സ്കെയിൽ 0 to 14 ആണ്. കോമൺ ലോഗറിതം ഓഫ് റെസിപ്രോക്കൽ ഓഫ് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ. ഇനി റെക്കമെൻഡഡ് വാല്യൂ ഫോർ ട്രീറ്റഡ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ pH റേഞ്ച് എന്ന് പറയുന്നത് 6.5 to 8.5 ഇനി pH ഓഫ് ന്യൂട്രൽ വാട്ടർ 7 ആണ്. pH വാല്യൂ സ്മോർ ദാൻ 7 ആണെങ്കിൽ വാട്ടർ ആൽക്കലൈൻ ആയിരിക്കും. pH വാല്യൂ ലെസ് ദാൻ 7 ആണെങ്കിൽ വാട്ടർ അസിഡിക് ആയിരിക്കും. ഇനി സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അസിഡിറ്റി. അസിഡിറ്റി ഈസ് ദ മെഷർ ഓഫ് കപ്പാസിറ്റി ടു ന്യൂട്രലൈസ് ബേസസിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള വാട്ടറിൻ്റെ കപ്പാസിറ്റീനെ മെഷർ ചെയ്യുന്നതാണ് അസിഡിറ്റി. Acidity is caused by the presence of mineral acids, free carbon dioxide, sulfates of iron and aluminium in water. It is expressed as milligram per liter in terms of calcium carbonate. Acidity എപ്പോഴും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് മില്ലിഗ്രാം പെർ ലിറ്ററിലാണ് ഇൻ ടേംസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. അസിഡിറ്റി എന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ കാർബോണിക് ആസിഡ്സിൻ്റെ ആ ഒരു റെപ്രസെൻറ്റേഷനെയാണ് അസിഡിറ്റി എന്ന് പറയുന്നത്. അസിഡിറ്റി പബ്ലിക് വാട്ടർ സപ്ലൈയിൽ കൊറോഷൻ ഉണ്ടാക്കും. ഇനി തേർഡ് വൺ ആണ് ആൽക്കലിനിറ്റി. ആൽക്കലിനിറ്റി ഈസ് ദ കപ്പാസിറ്റി ഓഫ് വാട്ടർ ടു ന്യൂട്രലൈസ് ആസിഡ്സിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള വാട്ടറിൻ്റെ കപ്പാസിറ്റീനെ മെഷർ ചെയ്യുന്നതാണ് ആൽക്കലിനിറ്റി. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് മില്ലിഗ്രാം പെർ ലിറ്റർ ഇൻ ടേംസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. It is caused by the presence of bicarbonates of calcium and magnesium or by the carbonates or hydroxides of sodium, potassium, calcium and magnesium. Various forms of alkalinities under hydroxide alkalinity, carbonate alkalinity, hydroxide plus carbonate alkalinity and carbonate plus bicarbonate alkalinity and bicarbonate alkalinity. It is an important parameter to evaluate optimum coagulant dosage. ആൽക്കലിനിറ്റി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ്. കൊയാഗുലൻറ്റ് ഡോസേജ്, ഒപ്റ്റിമം കൊയാഗുലൻറ്റ് ഡോസേജ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ് ആൽക്കലിനിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫോർത്ത് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. ഹാർഡ്നെസ് ഇഫ് വാട്ടർ കൺസ്യൂംസ് എക്സസീവ് സോപ്പ് ടു പ്രൊഡ്യൂസ് ലെതർ ദെൻ ഇറ്റ് ഈസ് സെഡ് ടു ബി ഹാർഡ്. It is the characteristics which prevents the formation of sufficient lather or foam when such hard water is mixed with the soap. Hard water soap ആയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് it prevents the formation of sufficient lather or foam. Hardness is caused by the presence of calcium and magnesium salts present in water which forms come by reaction with the soap. ഇത് ഹാർഡ്നെസ് ഉണ്ടാവാനുള്ള കാരണം പ്രസൻസ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം സോൾട്ട്സ് പ്രസൻറ്റ് ഇൻ വാട്ടർ. Hard waters are undesirable as they leads to hard water undesirable ആകാനുള്ള റീസൺസ് ആണ് പറയുന്നത്. ഗ്രേറ്റർ സോപ്പ് കൺസപ്ഷൻ, അതുപോലെ കൊറോഷൻസ് ഉണ്ടാക്കും, ഇൻക്രസ്റ്റേഷൻ ഓഫ് പൈപ്സ് ആൻഡ് മേക്കിംഗ് ഫുഡ്സ് ടേസ്റ്റ്ലെസ്. മെയിൻലി 2 ടൈപ്പ് ഹാർഡ്നെസ് ആണുള്ളത്, എല്ലാവർക്കും അറിയാമായിരിക്കും. ടെമ്പററി ഹാർഡ്നെസ് ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ്. ടെമ്പററി ഹാർഡ്നെസ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് ബൈ ബോയിലിംഗ് ആണ്. ഇനി IS വാല്യൂ ഓഫ് ഹാർഡ്നെസ് ഫോർ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത് 300 മില്ലിഗ്രാം പെർ ലിറ്റർ ആസ് CaCO2 ആണ്. ഇനി ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ക്ലോറൈഡ് കണ്ടന്റ്. ക്ലോറൈഡ്സ് ജനറലി പ്രസൻറ്റ് ഇൻ വാട്ടർ ഇൻ ദ ഫോം ഓഫ് സോഡിയം ക്ലോറൈഡ്. ക്ലോറൈഡ്സ് വാട്ടറിൽ പ്രസൻറ്റ് ചെയ്യുന്നത് സോഡിയം ക്ലോറൈഡ് ആയിട്ടാണ്. ഇറ്റ് ഒക്വേഴ്സ് ഡ്യൂ ടു ലീച്ചിങ് ഓഫ് മറൈൻ സെഡിമെൻ്ററി ഡെപ്പോസിറ്റ്സ്
പൊല്യൂഷൻ ഫ്രം സീ വാട്ടർ, ഇൻഡസ്ട്രിയൽ, ഡൊമസ്റ്റിക്, ഹ്യൂമൻ വേസ്റ്റ്. ഇവിടെ നിന്നെല്ലാമാണ് ക്ലോറൈഡ് കണ്ടൻറ്റ് വാട്ടറിലോട്ട് എത്തുന്നത്. കോൺസെൻട്രേഷൻ എബൌട്ട് 250 mg/L പ്രൊഡ്യൂസ് നോട്ടീസബിൾ സോൾട്ടി ടേസ്റ്റ് ആൻഡ് ദസ് ഒബ്ജക്ഷണബിൾ. ക്ലോറൈഡ്സ് എന്ന് പറയുന്നത് ക്ലോറൈഡ് കണ്ടൻറ്റ് മെഷർ ചെയ്യുന്നത് ബൈ ടൈട്രേറ്റിംഗ് വാട്ടർ വിത്ത് സ്റ്റാൻഡേർഡ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ യൂസിങ് പൊട്ടാസ്യം ക്രോമേറ്റ് ആസ് ഇൻഡിക്കേറ്റർ. ക്ലോറൈഡ് കണ്ടൻറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് വാട്ടറിനെ ടൈട്രേറ്റ് ചെയ്യും വിത്ത് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് പൊട്ടാസ്യം ക്രോമേറ്റ് ആണ്. IS വാല്യൂ ഫോർ ഡ്രിങ്കിങ് വാട്ടറിലെ ക്ലോറൈഡ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് 250 to 1000 mg/L ആണ്. ഓരോ ഹ്യൂമൻ ബീയിങ്സും കൺസ്യൂംസ് അബൌട്ട് 6 to 8 grams ഓഫ് സോഡിയം ക്ലോറൈഡ് പെർ ഡേ. Chloride content of treated water for public water supply should not exceed 250 parts per million. Chloride treated വാട്ടറിൻ്റെ ക്ലോറൈഡ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് 250 parts per millionനെക്കാളും എക്സീഡ് ചെയ്യാൻ പാടില്ല. ഇനി 6th one ആണ് നൈട്രജൻ കണ്ടൻറ്റ്. പ്രസൻസ് ഓഫ് നൈട്രജൻ ഇൻ വാട്ടർ ഇൻഡിക്കേഷൻ ഓഫ് പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റർ. നൈട്രേറ്റ്സ് ഇൻ സർഫസ് വാട്ടർ അക്യൂർ ചെയ്യുന്നത് ഫ്രം ലീച്ചിങ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, ഫ്രം സോയിൽ ഡ്യൂറിങ് സർഫസ് റൺ ഓഫ്, അതുപോലെ നൈട്രിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് മാറ്റേഴ്സിൽ നിന്നൊക്കെയാണ് നൈട്രജൻ കണ്ടൻറ്റ് വാട്ടറിലോട്ട് എത്തുന്നത്. ഫ്രീ അമോണിയ ഓർ അമോണിയ നൈട്രജൻ, ഇത് വേരിയസ് ഫോംസിലാണ് കാണപ്പെടുന്നത്. നൈട്രജൻ കണ്ടൻറ്റ് ഫസ്റ്റ് വൺ ഫ്രീ അമോണിയ ഓർ അമോണിയ നൈട്രജൻ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വെരി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ആൻഡ് കോൺസിക്വൻറ്റ് റിലീസ് ഓഫ് ഫ്രീ അമോണിയ, ദസ് ഇൻഡിക്കേറ്റിംഗ് റീസെൻറ്റ് പൊല്യൂഷൻ. ഫസ്റ്റ് ഫോം ആണ് ഫ്രീ അമോണിയ ഓർ അമോണിയ നൈട്രജൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വെരി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഓർഗാനിക് മാറ്ററിൻ്റെ ഡീകമ്പോസിഷൻ്റെ ഫസ്റ്റ് സ്റ്റേജിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈസ് കോൺസിക്വൻറ്റ് റിലീസ് ഓഫ് ഫ്രീ അമോണിയ. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റീസെൻ്റ്ലി പൊല്യൂഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ഫോം ആണ് ഓർഗാനിക് നൈട്രജൻ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് നൈട്രജൻ പ്രസൻറ്റ് ഇൻ വാട്ടർ ഇൻ ദ ഫോം ഓഫ് അൺഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ which is on digestion will release ammonia. ഇനി തേർഡ് ഫോം ആണ് നൈട്രൈറ്റ്സ്. ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് പാർഷ്യലി ഡീകമ്പോസ്ഡ് ഓർഗാനിക് മാറ്റർ. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പാർഷ്യലി ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റേഴ്സിനെയാണ്. ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് നൈട്രേറ്റ്സ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ഫുള്ളി ഓക്സിഡൈസ്ഡ് ഓർഗാനിക് മാറ്റർ. IS വാല്യൂ ഓഫ് നൈട്രേറ്റ്സ്, IS വാല്യൂ ഫോർ നൈട്രേറ്റ്സ് എന്ന് പറയുന്നത് 45 mg/L ആണ്. നൈട്രേറ്റ്സ് ഗ്രേറ്റർ ദാൻ 45 mg/L കോസേഴ്സ് ബ്ലൂ ബേബി ഡിസീസ് ഒക്കെ ഉണ്ടാക്കും. വാട്ടറിൻ്റെ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യാനുള്ള തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ബാക്ടീരിയൽ എക്സാമിനേഷൻ ഓഫ് വാട്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സിൻസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഡിഗ്രി ഓഫ് പൊല്യൂഷൻ. ബാക്ടീരിയൽ എക്സാമിനേഷൻ ഓഫ് വാട്ടർ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ഇത് ഡിഗ്രി ഓഫ് പൊല്യൂഷൻ എത്രയാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി വാട്ട് ഈസ് ബാക്ടീരിയ? ബാക്ടീരിയ ഈസ് സിംഗിൾ സെൽ ഓർഗാനിസംസ് വിത്ത് നോ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആൻഡ് ഹാവിങ് നോ ക്ലോറോഫിൽ. ബാക്ടീരിയാസ് എന്ന് പറയുന്നത് സിംഗിൾ സെൽ ഓർഗാനിസംസ് ആണ്. ഇതിന് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഇല്ല, അതുപോലെ ക്ലോറോഫിലും ഇല്ല. ജനറലി പ്രസൻറ്റ് ഇൻ റോ ഓർ കണ്ടാമിനേറ്റഡ് വാട്ടേഴ്സ്. ബാക്ടീരിയാസ് റോ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് വാട്ടേഴ്സിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. മെയിൻലി 2 ടൈപ്സ് ഓഫ് ബാക്ടീരിയാസ് ആണുള്ളത്, നോൺ പാത്തോജനിക് ബാക്ടീരിയ ആൻഡ് പാത്തോജനിക് ബാക്ടീരിയ. നോൺ പാത്തോജനിക് ബാക്ടീരിയാസിന് നോൺ പാത്തോജൻസ് എന്ന് പറയും. ദിയർ മോസ്റ്റ് ബാക്ടീരിയ ആർ ഹാംലെസ് ആൻഡ് ആർ ബെനിഫിഷ്യൽ ടു ഹ്യൂമൻ ബീയിങ്സ്. ഹാംലെസ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ് നോൺ പാത്തോജനിക് ബാക്ടീരിയ, അതുപോലെ ഇത് ഹ്യൂമൻ ബീയിങ്സിന് ബെനിഫിഷ്യലുമാണ്. ഇനി സെക്കൻഡ് വൺ ആണ് പാത്തോജനിക് ബാക്ടീരിയ അല്ലെങ്കിൽ പാത്തോജൻസ്. ദേ ആർ ഹാംഫുൾ ബാക്ടീരിയാസ് കോസിങ് waterborne diseases like cholera, typhoid, infectious hepatitis, etc. Usual routine tests conducted to detect the count of presence of non-pathogenic indicator organisms. Coliform rod-shaped non-pathogenic bacteria ആണ് coliform. Coliform itself is not a harmful group, but it has more resistance to adverse conditions than any group. കോളിഫോംസ് ഒരു ഹാംഫുൾ ഗ്രൂപ്പ് അല്ല, ബട്ട് ഇറ്റ് ഹാസ് മോർ റെസിസ്റ്റൻസ് ടു അഡ്വേഴ്സ് കണ്ടീഷൻസ് ദാൻ എനി ഗ്രൂപ്പ്. സോ മിനിമൈസ് ദ നമ്പർ ഓഫ് കോളിഫോം, ഹാംഫുൾ സ്പീഷീസ് വിൽ ബി വെരി ലെസ്. കോളിഫോംസിൻ്റെ നമ്പർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്ടറിലുള്ള ഹാംഫുൾ സ്പീഷീസിൻ്റെ അളവ് കുറവായിരിക്കും. കോളിഫോം ഗ്രോസ് സെർവ്സ് ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ
മലിനീകരണം ആണ് കോളിഫോംസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദ മെത്തേഡ്സ് ടു എസ്റ്റിമേറ്റ് ബാക്ടീരിയൽ ക്വാളിറ്റി ഓഫ് വാട്ടർ. ബാക്ടീരിയൽ ക്വാളിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ടെസ്റ്റ്സ് ആണ് മെമ്പറൈൻ ഫിൽറ്റർ ടെസ്റ്റ്, സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട് ടെസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രോബബിൾ നമ്പർ ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ലെക്ചർ 4 ഡിസ്കസ് ചെയ്ത, അതുപോലെ ലെക്ചർ 5 ഡിസ്കസ് ചെയ്ത ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഈ 3 ക്യാരക്ടറിസ്റ്റിക്സുമാണ് വാട്ടറിൻ്റെ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്.